ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് പാഠത്തിലെ 16-ാമത്തെ ഹദീസാണെന്ന് ചർച്ച ചെയ്യുന്നത്. ഹലാലും ഹറാമും, അനുവദനീയമായതും നിഷിദ്ധമാക്കിയതും. അൻ അബി അബ്ദുല്ലാ അൻ-നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമാ ഖാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തു ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ് ഫമനിത്തഖ ശുഹ്ബാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി വമൻ വഖഅ ഫി ശുബ്ഹാത്ത് വഖഅ ഫിൽ ഹറാം കർറാഇ യർആ ഹൗല الحمى يوشك أن يقع فيه ألا وإن لكل ملك حميا ألا وإن حمى الله محارمها ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسد الجسد كله ألا وهي القلب. അബൂ അബ്ദുല്ലാ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. ഹലാൽ അനുവദനീയമായത് വ്യക്തമാണ്, ഹറാം നിഷിദ്ധമായത് വ്യക്തമാണ്. എന്നാൽ അവയ്ക്കിടയിൽ സാദൃശ്യം തോന്നുന്ന അവ്യക്തങ്ങളായ കാര്യങ്ങളുണ്ട്. അധികം ആളുകളും അവയുടെ യാഥാർത്ഥ്യം അറിയുകയില്ല. അത്തരം അവ്യക്തതകളിൽ അകപ്പെടാതെ സൂക്ഷിക്കുന്നവൻ തൻ്റെ മതത്തെയും അഭിമാനത്തെയും സുരക്ഷിതമാക്കിയിരിക്കുന്നു. അത്തരം അവ്യക്തതകളിൽ അകപ്പെടുന്നവൻ നിഷിദ്ധത്തിൽ വീഴുന്നു. അവൻ ഒരു ഇടയനെപ്പോലെയാണ്. കൃഷിസ്ഥലത്തിൻ്റെ ചുറ്റും അവൻ അതിര് മേയ്ക്കുന്നതിനാൽ അന്യൻ്റെ സ്ഥലത്ത് കടന്ന് മേയാനിടയാകുന്നു. ഓരോ രാജാവിനും ഓരോ സംരക്ഷിത സ്ഥലമുണ്ട്. അറിയുക, അള്ളാഹുവിൻ്റെ സംരക്ഷിത മേഖല അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളത്രേ. അറിയുക, ശരീരത്തിൽ ഒരു മാംസക്കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അതത്രേ ഹൃദയം. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നത്. അബൂ അബ്ദുല്ലാ എന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പേര്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഈ ഹദീസിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഹദീസുകളിൽ 3-ാമത്തെ ഹദീസാണ് ഇന്ന് നാം വായിച്ചത്. നിയ്യത്ത്, ആന്തരികമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. പുതിയത് തള്ളണം, ബാഹ്യമായ കാര്യങ്ങൾ ഒഴിവാക്കണം. ഇസ്ലാമിൻ്റെ ആകത്തുകയായ 3 ഹദീസുകളിലൊന്ന് ഇതെന്ന് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ പ്രസ്താവിച്ചിരിക്കുന്നു. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. ഇസ്ലാമിൽ അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുവദനീയമാക്കിയവയും നിഷിദ്ധമാക്കിയവയും വ്യക്തമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു കച്ചവടം അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കച്ചവടം അള്ളാഹു അനുവദനീയമാക്കിയതാണെന്നും പലിശ അള്ളാഹു നിഷിദ്ധമാക്കിയതാണെന്നും വ്യക്തമാണ്. അതിലാർക്കും യാതൊരു സംശയത്തിന് പഴുതില്ല. ഇതേപോലെ ഇസ്ലാമിലെ ഭൂരിഭാഗം കാര്യങ്ങളും കൃത്യമായി അത് ഹലാലാണോ ഹറാമാണോ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു അനുവദനീയമാക്കിയത് സ്വീകരിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയത് ഉപേക്ഷിക്കുകയും വേണം. എന്നാൽ ഹലാൽ ഹറാമുകൾക്കിടയിൽ സാദൃശ്യം തോന്നുന്ന അവ്യക്തങ്ങളായ കാര്യങ്ങളുണ്ട്. അതായത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമല്ലാത്തത്. അതിനെക്കുറിച്ച് ജനങ്ങളിൽ അധികം ആളുകളും അജ്ഞരായിരിക്കും. അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാതെ വിട്ടുനിൽക്കുന്നതാണ് നല്ലത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്, സംശയമുള്ളത് ഒഴിവാക്കണം, സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ സത്യം മനസ്സമാധാനവും അസത്യതും അസ്വസ്ഥതയുമാകുന്നു.
ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ അവ്യക്തമായ അത്തരം കാര്യങ്ങൾ ഒരാൾ ഉപേക്ഷിച്ചാൽ നിഷിദ്ധ കാര്യങ്ങളിൽ പതിക്കാതെ തൻ്റെ ദീനിനെ അയാൾക്ക് സുരക്ഷിതമാക്കാൻ കഴിയും. അതുപോലെ ഇത്തരം അവ്യക്തമായ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ജനങ്ങൾ അവനെ ആക്ഷേപിക്കുകയും അവൻ്റെ അഭിമാനത്തിന് പോറലേൽക്കുകയും ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ആരെങ്കിലും ഇത്തരം അവ്യക്തമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതിരിക്കുകയാണെങ്കിൽ അവൻ നിഷിദ്ധത്തിലേക്ക് വീഴാൻ സ്വന്തത്തിനുള്ള വഴിയൊരുക്കിയിരിക്കുന്നു. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് അവനെ ആക്ഷേപിക്കാനും കുറ്റം പറയാനുമുള്ള മാർഗം സൃഷ്ടിച്ചിരിക്കുന്നു. ദുനിയാവിൻ്റെ വിഷയത്തിൽ ആളുകൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് കുടിക്കാനുള്ള പാനീയത്തിൻ്റെ വിഷയത്തിൽ ആ പാനീയത്തിൽ വിഷത്തിൻ്റെ അംശമുണ്ടെന്നൊരു സംശയമുണ്ട്, ഉറപ്പൊന്നുമില്ല, എന്നാൽ പോലും അതൊഴിവാക്കും. ഇന്ന വഴിയിലൂടെ പോയാൽ അപകട സാധ്യതയുണ്ട്, എന്നാൽ ഉറപ്പായും അപകടമുണ്ടാകണമെന്നില്ല, എന്നാൽ പോലും അതിലേക്കുള്ള യാത്ര നമ്മൾ ഒഴിവാക്കും. എന്നാൽ ദീനിൻ്റെ കാര്യത്തിലാകട്ടെ അവിടെ ഒരു അയഞ്ഞ നിലപാടാണ്. ഉദാഹരണത്തിന് യൂട്യൂബ് വരുമാനമെടുക്കാം. ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അത് ധാരാളം ആളുകൾ കണ്ടതുകൊണ്ടാണല്ലോ ചാനലിൻ്റെ ഉടമയ്ക്ക് യൂട്യൂബ് പണം കൊടുക്കുന്നത്. ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ യൂട്യൂബ് വരുമാനം അനുവദനീയമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ യൂട്യൂബ് ചാനലിൽ പരസ്യം പ്രദർശിപ്പിക്കുക വഴിയാണ് ഒരു ചാനലിന് വരുമാനം ലഭിക്കുന്നത്. പരസ്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ നിഷിദ്ധം കടന്നു വരുന്നത് വഴി യൂട്യൂബ് വരുമാനം നിഷിദ്ധമാകുന്നു. അതൊന്നും പരിഗണിക്കാതെ ഒരാൾ യൂട്യൂബ് വരുമാനം സ്വീകരിക്കുമ്പോൾ അയാൾ നിഷിദ്ധത്തിൽ അകപ്പെടുന്നു. അതെ, ഇത് വ്യക്തമായ പരീക്ഷണമാണ്. ഇത്തരം കാര്യങ്ങൾ നിശ്ചയിച്ചതിലൂടെ അള്ളാഹു അവൻ്റെ അടിമകളെ പരീക്ഷിക്കുന്നു. അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടോ എന്ന്. അവ്യക്തമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. തൻ്റെ ആട്ടിൻപറ്റത്തെയോ ഒട്ടകക്കൂട്ടത്തെയോ മേയ്ക്കുന്ന ഒരു ഇടയനെ പോലെയാണ് അവൻ. ഒരാൾ അതിര് കെട്ടി സംരക്ഷിച്ചിട്ടുള്ള പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് അവൻ മേയ്ക്കുന്നത്. വളരെ അടുത്താണ് എന്നതിനാൽ അവൻ്റെ മൃഗങ്ങൾ ഈ സംരക്ഷിത മേഖലയിൽ പ്രവേശിച്ച് അവിടെ മേഞ്ഞ് നടക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതുപോലെ തന്നെയാണ് അവ്യക്തമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനും. അവൻ ഇതിലൂടെ വ്യക്തമായ ഹറാമിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ചിലപ്പോൾ അവൻ ഹറാമിൽ തന്നെ വീണുപോയേക്കാം. ഇനി ആ ഇടയൻ അന്യൻ്റെ അതിരിന് കുറച്ച അകലത്തിലാണ് മൃഗങ്ങളെ മേയ്ക്കുന്നതെങ്കിൽ അന്യൻ്റെ കൃഷിസ്ഥലത്തേക്ക് മൃഗങ്ങളെ അതിക്രമിച്ച് കടക്കുകയില്ല. ഇതുപോലെ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ ഹറാമിൽ പതിക്കാതെ സുരക്ഷിതനായിരിക്കാൻ കഴിയും. ഹലാൽ ഹറാമുകൾക്കിടയിൽ സാദൃശ്യം തോന്നുന്ന കാര്യങ്ങളിൽ ധാരാളം പേർക്കത് അവ്യക്തമാണെങ്കിലും ചിലർക്കത് വ്യക്തമായി മനസ്സിലാക്കിയേക്കാവുന്നതാണ്. ഒരാൾ പ്രമാണങ്ങളുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വ്യക്തത ബോധ്യപ്പെടുന്നുവെങ്കിൽ അയാൾക്കതനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. അതിന് ഈ ഹദീസ് എതിരല്ല. പക്ഷേ ഹറാമായ കാര്യമാണെന്ന് വിചാരിച്ച് അർദ്ധഹറാമായ കാര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് മുഴുവൻ ഹറാമായ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് നമ്മൾ പേടിക്കണം. അതുകൊണ്ട് ഹറാമിൽ നിന്നും പരമാവധി വിട്ടുനിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.